രാമസിംഹജി, നമ്മള് ഇത് കൃഷ്ണകുമാറിന്റെ ഈ വിഷയം വന്നത് കൊണ്ട് സത്യത്തിൽ ഇങ്ങനത്തെ ഓരോ വിഷയം വരുന്നത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട പഴയ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുള്ള അവസരങ്ങൾ കിട്ടുന്നത് എന്നത് യാഥാർത്ഥ്യം. നമുക്കറിയാം, EMS നമ്പൂതിരിപ്പാട് എന്ന് വിളിക്കപ്പെടുന്ന CPM-ന്റെ സമുന്നത നേതാവ്, അതുപോലെ AKG എന്ന് വിളിക്കുന്ന മറ്റൊരു സമുന്നത നേതാവും, ഇവരൊക്കെ ഏത് രീതിയിലായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചതെന്നും ഇന്നും അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതിന്റെയൊക്കെ ചിത്രങ്ങളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ട് തന്നെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയക്കാരനല്ല, അങ്ങനെ ഒരു തീവ്ര ഹിന്ദുത്വ അതല്ലെങ്കിൽ ആ ഒരു സനാതനവാദി ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഊന്നിക്കൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയം മാറ്റിവെക്കാൻ നമ്മൾക്ക്, കാരണം ഞാനും ഒരു രാഷ്ട്രീയക്കാരനല്ല, ബാബാജിയും രാഷ്ട്രീയക്കാരനല്ല, അങ്ങും രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രം തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയം. അപ്പോൾ എങ്ങനെയാണ് അങ്ങ് ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ടുള്ള അങ്ങയുടെ ഒരു വീക്ഷണം വരുന്നത്? എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരു ഭാഗ്യം സിദ്ധിച്ചു എന്ന് പറഞ്ഞാല് ഞാൻ വയനാട്ടിൽ ജനിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ വളർന്നത് വനവാസികൾക്കൊപ്പമാണ്. അവിടുത്തെ പണിയ, കുറുമ, കുറിച്യ, നായ്ക്കര്, നായ്ക്കര്, ഇങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളുടെ തോളത്ത് കൈയിട്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. പിന്നെ ഈ കുഴികുത്തി അന്നം കൊടുക്കുന്ന രീതി കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് തോന്നുന്നു, എനിക്ക് ഇപ്പൊ 61 വയസ്സാവുന്നു, എനിക്കൊരു 3 വയസ്സുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട്. പക്ഷെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവും. ആകെ കൂടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ സ്കൂള് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, അവര് ഉയർന്ന ജാതിയിൽപ്പെട്ട ആള്, ആ വീട്ടിൽ ചെന്ന് എന്നെ അവിടെ കയറ്റിയിരുത്തി എനിക്ക് കാപ്പി തന്നിട്ട് എന്റെ കൂടെ വന്നാൽ പോകാൻ അത് കഴുകി വെക്കണം കേട്ടോ ഗ്ലാസ്. എനിക്ക് ആകെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം അതാണ്. അത് അവരുടെ സിസ്റ്റം അങ്ങനെയാണ്. ഞാൻ പണ്ട് കാര്യമില്ല, കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാത്രം കഴുകി അവിടെ വെക്കണം. അവർ തരുന്ന പാത്രം തന്നെയാണ് കഴുകി വെക്കുന്ന ഒരു അത്. പിന്നെ ഈ പഴങ്കഞ്ഞി, ഇന്ന് മലയാള സിനിമയിൽ എല്ലാ സൂപ്പർ സ്റ്റാറുകൾക്കും രാവിലെ ഈ സാധനം കിട്ടിയില്ലെങ്കിലും പ്രശ്നമാണ്. തലേന്ന് പഴയ കഞ്ഞി എടുത്ത് അതില് ചെറിയ ഉള്ളി ഞെക്കിയിട്ട് കഴിക്കുന്നു. മറ്റൊന്ന്, നേരത്തെ ബാബാജി പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തില് എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഹാരം കഴിച്ചിട്ടുള്ളത് മണ്ണിനടിയിൽ ചുട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം. കാരണം അവിടുത്തെ ട്രൈബ്സ് ഉണ്ടാക്കുന്ന ആഹാരം എൻ്റെ ഉമ്മ ഈ കനലിന്റെ അടിയിലേക്ക്, ഇപ്പൊ മത്തന്റെ ഇലയിൽ മസാലയൊക്കെ ചേർത്തിട്ട് സംഗതികൾ വെച്ച് പതുക്കെ കനല് പൊന്തിച്ച് അതിനടിയിലേക്ക് വെച്ച് വേവിച്ചിടും. ഒരു രീതി അത്. രണ്ടാമത്തെ രീതി, നല്ല പശിമയുള്ള മണ്ണ്, വാഴയിലയിൽ ഈ ആഹാരം പൊതിഞ്ഞ് പശിമയുള്ള മണ്ണിൽ പൊതിഞ്ഞിട്ട് അത് ഈ തീയിൽ വെച്ച് ചുട്ടിടും. പിന്നെ അന്ന് എൻ്റെ കുഞ്ഞിനാളിലെ ഓർമ്മയിൽ മുഴുവൻ ഒരുതരം ഈ നമ്മള് വാഴയില പോലെ ചെറിയ ഒരു ചെടിയുണ്ട്, കൂവയുടെ ഇല പോലെയുള്ള ആ ഇലയിലാണ് മിക്കവാറും അന്നം പൊതിഞ്ഞു കൊണ്ടുവന്നത്. അപ്പൊ നമ്മള് ഈ പണിക്ക് പോകുമ്പോൾ രാവിലെ 10 മണിക്കാണ് പണിക്കാർ ഒരു 8 മണിയാകുമ്പോൾ വരും. 10 മണിക്ക് ഭക്ഷണം കൊണ്ട് ഞങ്ങളെ പോവുക. ഈ തൂക്കുപാത്രത്തിലൊക്കെ പോയിട്ട് ഇല വെട്ടി വട്ടത്തിൽ ഇരുന്നിട്ട് പണിക്കാരും ഞങ്ങളെല്ലാം കൂടി, അതിനൊരു രസം പറയാ. എനിക്കിന്ന് കൃഷ്ണകുമാർ ആ ഒരു അർത്ഥത്തിലായിരിക്കും പറഞ്ഞത്. എങ്ങനെയാണ് കൃഷ്ണകുമാറിന്റെ അനുഭവം വന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല കൃഷ്ണകുമാറിന്റെ വാക്ക്. ഇനി എന്തായിക്കോട്ടെ, ഈ പറഞ്ഞതുപോലെ ബാബാജി പറഞ്ഞതുപോലെ കൾച്ചർ മണ്ണിനോട് ചേർന്നിട്ട്, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒഴുകിപ്പോകുന്നതാണ് കഞ്ഞി. അതൊരു കുമ്പിളിൽ നിൽക്കണം. വാഴയിലയിൽ കഞ്ഞി നിൽക്കില്ല. കഞ്ഞി കോരി കുടിക്കുന്നത് പ്ലാവിലയിലാണ്. കയ്യിലിന്നാണ് പിന്നീട് വന്നത്, ചിരട്ട കയ്യിലിന്നാ. ഞാൻ ആദ്യം ഒരിക്കൽ പോലും സ്റ്റീലിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് ചിരട്ട കയ്യിലെന്നാ പറഞ്ഞത്. അത് രണ്ടാമത്തെ ജനറേഷനാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ഈ കുമ്പിള് കുത്തിയ ഇതാണ്. അത് വലിയവനും ചെറിയവനും കഴിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഈ ചൈനീസ് വരവോട് കൂടിയാണ് പിഞ്ഞാണം എന്ന് പറയുന്ന ഒരു സംഭവം ലോകത്ത് വരുന്നത്. അതിന്റെ മുന്നേ ബ്രാഹ്മണ ഇല്ലങ്ങളിൽ ഈ പറയും പോലെ എന്താണ് കിണ്ണം, ഈ മറ്റേ ലോഹത്തിന്റെ പാത്രങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ വീടുകളിലൊക്കെ നമ്മൾ ഈ ചിരട്ടക്കൈയില് മൺചട്ടി, ഇതല്ലാതെ വേറെ ഇല്ല. നമ്മൾ വിളമ്പുന്നതും ഈ ചൈന ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് മലബാറിലേക്ക് ഈ അറബികളും ചൈനക്കാരും വന്നപ്പോഴാണ് നമുക്ക് പാത്രം എന്നുള്ള ബസ്സി എന്നാണ് ഞങ്ങൾ പറയാറുണ്ട്. ബസ്സി വന്നത് അങ്ങനെയാണ്. അപ്പൊ അതിന് മുന്നേ ഇത് എല്ലാവരും ഇതേപോലെ കുഴി കുത്തിയിട്ടോ അതിലാണ് കഴിച്ചത്. കുഴി കുത്തിയിട്ട് വേവിച്ചിട്ടും കേട്ടോ.
അതായത് പറമ്പിൽ കുഴി കുത്തി അതിനകത്ത് കനൽ ഈ വിറകൊക്കെ കൂട്ടിട്ട് അതിനകത്ത് കപ്പ വെച്ച് മൂടി വേവിച്ച് അവിടെ നിന്ന് തന്നെ എടുത്ത് തിന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പിന്തുടർന്നു വന്ന കാര്യങ്ങളാണ്. പിന്നെ ഉണ്ടായിരുന്നു, എന്റെ ഉമ്മ 11 വയസ്സിലെ എന്റെ ഉമ്മയെ അച്ഛൻ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്. ഉമ്മ മരിക്കുന്നത് 93-ാമത്തെ വയസ്സിലാണ്. അപ്പൊ 100 വർഷത്തെ ചരിത്രം ഉമ്മയ്ക്കറിയാം. എനിക്ക് നേരത്തെ പറഞ്ഞ 55 വർഷത്തെ, അപ്പൊ അതിന് 50 വർഷം മുമ്പുള്ള ചരിത്രം എന്റെ ഉമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഉമ്മ ഇതെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അവിടെ ചൂഷണം ഉണ്ടായിരുന്നു. ചൂഷണം എന്ന് പറഞ്ഞാൽ അധ്വാനത്തിന്റെ ചൂഷണം. അതായത് ട്രൈബ്സ് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു കൊല്ലത്തേക്കുള്ള വല്ലി ഇളക്കുക എന്ന് പറയാം. ഒരു കൊല്ലത്തേക്ക് ഇത്ര സേറ് നെല്ല്, ഇത്ര മുളക്, ഇത്ര വെളിച്ചെണ്ണ. പാവങ്ങൾ വെളിച്ചെണ്ണൊന്നും അവർക്ക് കിട്ടാനില്ല. കൂടുതലും ഈ കാട്ടുകിഴങ്ങും ഈ കൊടുക്കുന്ന മുളകും കൂട്ടിയിട്ടാണ് അധ്വാനത്തെ ശരിക്ക് മുതലാക്കിയിട്ടുണ്ട്. ഒരു അടിമ വ്യവസ്ഥ ഉണ്ടായിട്ട്. ജാതി വ്യവസ്ഥയെക്കാളും എപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഈ തമ്പുരാക്കന്മാരുടെ അടിമ വ്യവസ്ഥ. നായന്മാരോ അല്ലെങ്കിൽ ഈ ബ്രാഹ്മണരോ എന്ന് പറഞ്ഞാൽ അന്നും ഈ മേൽപ്പടിയാൻ ബ്രാഹ്മണര് കുറവാ. ബ്രാഹ്മണ കുലത്തിൽ തന്നെ താഴേക്കുള്ള ധാരാളം പേരുണ്ട്. നായർ കുലത്തിൽ താഴേക്കുള്ള ഉണ്ട്. എല്ലാ നായന്മാർക്കും എസ്റ്റേറ്റും കാര്യങ്ങളോ തോട്ടങ്ങളോ ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ ചിന്തിക്കണം. പല നായന്മാരും രാജാക്കന്മാരുടെ എന്താണ് പറയുന്നത് ഈ പാറാവുകാരായിരുന്നു. വാളുകൊണ്ട് പിടിച്ചു നടക്കുന്ന പട്ടാളക്കാരായിരുന്നു നമ്മുടെ നാട്ടില്. ഇതൊക്കെ നമ്മൾ മറന്നു പോവാണ്. നമുക്ക് അറിയാവുന്ന ഈ ഇങ്ങനെയുള്ള കഥകൾ എപ്പോഴാണ് വന്നത്? ഈ മുല മുറിച്ച കഥകള്, ഈ പറയുന്ന വസ്ത്രത്തിന് വേണ്ടിയുള്ള ഈ കഥകൾ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയതാണ് ഏറ്റവും കൂടുതൽ. ഒന്നിനും അടിസ്ഥാനമില്ല. ഇപ്പൊ ഈ മുല മുറിച്ച സംഭവത്തിന് എവിടെ അടിസ്ഥാനമില്ല. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് എന്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഏറ്റവും നല്ലൊരു ചിത്രം നമ്മുടെ അന്തരിച്ച പഴയ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ട്, നമ്മൾ തടിച്ച അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം എടുത്തൊരു ഫോട്ടോ ഉണ്ട്. അതൊരു അമ്മൂമ്മ ഒരു ജനലിനോട് കൂടി നോക്കുന്ന ഫോട്ടോയാണ്. ഈ താഴെ ഭാഗം ഓപ്പണാ, അവിടെ 2 മുലകളാണ്. അപ്പൊ അന്ന് ഈ പറയുന്ന നമ്പൂതിരിമാരോ നായന്മാരോ ആരും വസ്ത്രം ധരിച്ചിട്ടില്ല. മേൽവസ്ത്രം ഇല്ല. നമുക്കിപ്പോഴും സെർച്ച് ചെയ്താൽ ഒരു കാലഘട്ടത്തിലെ മുഴുവൻ സ്ത്രീകളും ചെറിയ ഒരു നൂല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവനും അവർക്ക് അന്ന് നമുക്ക് നഗ്നത തോന്നിയിട്ടില്ല. വസ്ത്രമില്ലാത്ത കാലത്താണ് നമുക്ക് നഗ്നത തോന്നി. ആധുനികതയുടെ വരവോടുകൂടിയാണ് നഗ്നത നമുക്ക് ഈ മറയ്ക്കാൻ സാധനം കിട്ടിയപ്പോഴാണ്. പക്ഷെ മറ്റത് നഗ്നത തന്നെയായിരുന്നു നമുക്ക് ഒരു കാലഘട്ടത്തിൽ. ആർക്കും അതിന് വിഷമം. അത് ഉന്നതനും കുറിയവനും ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കും. അതങ്ങനെ പോയി. അപ്പൊ പക്ഷേ ഞാൻ ഈ ഹിന്ദു സംസ്കാരത്തിലേക്ക് വന്നപ്പോൾ ആദ്യം ഞാൻ ശ്രദ്ധിച്ചത് ഹിന്ദു മതത്തിൽ ഇത്തരം കാര്യങ്ങളുണ്ടോ. രാമായണത്തിൽ ഞാൻ തപ്പി നോക്കി. കാരണം രാമായണത്തിൽ തപ്പി നോക്കിയിട്ട് എനിക്ക് എവിടെയും ഈ വ്യവസ്ഥ കാണാൻ പറ്റില്ല. രാമൻ കാട്ടിലെത്തിയപ്പോൾ ആദ്യമായിട്ട് ഗുഹനാണ് രാമനെ സ്വീകരിച്ചതും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു രാമന്റെ പുറകെ വന്നത് മറ്റേ ലക്ഷ്മണനും പോയി, അതിന് കൂടെ പിന്നെ ഭരതൻ വരുന്നു. ഭരതൻ വലിയൊരു കൂട്ടമായിട്ട് വരുന്നത്. അപ്പൊ അവിടെ എവിടെയെങ്കിലും ഭരതന് ഈ ആശാരി ഉണ്ട്, മൂശാരി ഉണ്ട്, കലപ്പക്കാരുണ്ട്, തയ്യക്കാരുണ്ട്. അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കാരണം അന്നത്തെ കാട്ടിലേക്കുള്ള യാത്രയിൽ ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്നല്ലോ. മാസങ്ങളോളം എടുക്കും കാട്ടിൽ പോയിട്ട് ഒരാളെ തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് വരുമ്പോൾ. അപ്പൊ അതിനുള്ള സന്നാഹങ്ങൾ പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു അവരെങ്ങനെയാ ഭക്ഷണം കഴിച്ചത്. അവര് ഓരോ ആശ്രമങ്ങളിൽ നിന്ന് ഒരുമിച്ചാ ഭക്ഷണം കഴിച്ചത്. മദ്യം ഉണ്ടായിരുന്നു, ഇറച്ചി ഉണ്ടായിരുന്നു, മീനുണ്ടായിരുന്നു. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചത് ഒരുമിച്ചാണ് കഴിച്ചത്. അവർ ഒരു പുഴയിലാണ് കുളിച്ചത്. ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. അവിടെ ഒന്ന് ഈ ഹൊയ് ഹോയ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ടോ ഈ ഞാനൊക്കെ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ അങ്ങനെയാ ശ്രദ്ധിക്കുക. രാമായണത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഈ തീണ്ടാപ്പാടകളെ നിർത്തിയിട്ടുണ്ടോ? നിർത്തിയിട്ടില്ല. മഹാഭാരതത്തിലുണ്ടോ? അവിടെയും നിർത്തിയിട്ടില്ല. ജാതി ചില സ്ഥലത്ത് കുലം പറയുന്നുണ്ട്. ശരിയാണ്, കുലമുണ്ട്. അതും ഈ പറയുന്ന വർണ്ണം എന്ന് പറയുന്നത് മറ്റു രീതിയിലാണ് കണക്കാക്കുന്നത്. പക്ഷെ അവിടെ ഇതേപോലെ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ ബൈജു, ആധുനിക മതമായ 2 മതം എടുക്കും. ഒന്ന് ഇസ്ലാം മതം എടുക്കും, ഒന്ന് ക്രിസ്തു മതം എടുക്കും. ഈ 2 മതഗ്രന്ഥങ്ങളും അടിമ വ്യവസ്ഥ അംഗീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകന് ആയിരക്കണക്കിന് അടിമകൾ ഉണ്ടായിരുന്നു. അതിൽ സ്ത്രീകളെ വ്യഭിചരിക്കാമായിരുന്നു. എങ്ങനെ വേണമെങ്കിലും കയറി അവരെ ഉപയോഗിക്കാമായിരുന്നു. കാരണം അത് നിനക്കുള്ളതാണ്, നിന്റെ അടിമയാണ്
അങ്ങനെ എത്രയോ അടിമ സ്ത്രീകളുമായിട്ട് ഈ പ്രവാചകൻ ബന്ധപ്പെടുന്നു. അടിമ കച്ചവടം ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥങ്ങളിൽ പോയാൽ അടിമ കച്ചവടം ഉണ്ടാകും. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഈ അടിമ കച്ചവടം നടത്തിയതായിട്ട് ഏതെങ്കിലും ഒരു വാക്ക്, അടിമ എന്നുള്ള വാക്ക് പോലും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൽ എവിടെ ഞാൻ വായിച്ചിടത്തോളം, ഞാൻ ഒരുപാട് ബാബാജിക്ക് അറിയാൻ പറ്റുള്ളൂ, എവിടെ ഞാൻ അടിമ എന്നുള്ള അടിമ ഉടമ എന്ന് പറഞ്ഞ് കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് ഒരു ആധുനിക കാലം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു BC 500 മുതൽ ഇപ്പൊ നമുക്ക് എന്താണ് മറ്റേ യൂണിവേഴ്സിറ്റി നമ്മുടെ നളന്ദ തക്ഷശില ആ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലെ ചരിത്രത്തിലും ഈ അടിമയില്ല, അടിമ വ്യവസ്ഥയില്ല. അടിമ വന്നത് പുറത്തുനിന്നാണ് വന്നത്. അടിമ സമൂഹം വന്നത് അറേബ്യയിൽ അടിമ ഉണ്ടായിരുന്നു, ഈജിപ്തിൽ അടിമ ഉണ്ടായിരുന്നു. ഈ ഭാരതത്തിലേക്ക് അടിമകളും ഈ യുദ്ധത്തിന്റെ കൂടെ വന്ന അടിമ വ്യവസ്ഥയാണുള്ളത്. അപ്പൊ എനിക്ക് തോന്നി ഈ 10,200 വർഷം കൊണ്ടായിരിക്കണം ഭാരതത്തിൽ ഈ അടിമ ഉടമ സമ്പ്രദായം വന്നത്. ഈ വൈദേശികരെ, കാരണം അവർക്ക് തൂറണമെങ്കിൽ പാത്രം വേണം. അവർ പാത്രത്തിൽ കാഷ്ടിക്കുന്നു, പാത്രത്തിൽ മൂത്രമൊഴിക്കുന്നു, എന്നിട്ട് അത് ഒരു അടിമ കൊണ്ടുപോയി വൃത്തിയാക്കുന്നു. നമ്മൾ ഇംഗ്ലീഷുകാരുടെ ചരിത്രം നോക്കുക. തോട്ടി എന്ന് പറയുന്ന സംസ്കാരം എവിടുന്നാ വന്നത്? തോട്ടികൾ എന്നാണ് ഉണ്ടായിട്ടുള്ളത്. തോട്ടികൾ ഉണ്ടായിട്ടുള്ളത് ബ്രിട്ടീഷുകാർ വന്നപ്പോ ഈ ബക്കറ്റ് വെക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ. അതിനു മുമ്പ് നമ്മൾ പഴയ 300, 400, 500 വർഷം തഴക്കുള്ള നമ്മുടെ തറവാടുകളിൽ എന്തായിരുന്നു നമ്മൾ ഉപയോഗിച്ചത്? കുഴിക്കക്കൂസ് ആയിരുന്നു അല്ലേ? പ്രമാണിമാരുടെ പേര് കുഴിക്കക്കൂസ്. നമ്മൾ പറമ്പിലായിരുന്നു. ഞാനൊക്കെ കുഞ്ഞുനാളിലെ തോട്ടത്തിലേക്ക് പോവുക എന്നാ പറയാ, രാവിലെ വെളിക്കിറങ്ങുക. ആ വാക്ക് പോലും അങ്ങനെയാ, വെളിക്കിറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് ഇത് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടോ വിതരണം ചെയ്യേണ്ടതോ കൊണ്ട് കളയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഈ ബ്രിട്ടീഷുകാരും ഈ അറബികൾക്കും ഒപ്പം അടിമകൾ വന്നു എന്നുള്ളതാണ്. അവർക്ക് എല്ലാത്തിനും അടിമകൾ ഉണ്ടായി. അത് ഖുറാനിൽ ഇപ്പോഴും അതങ്ങനെ തന്നെ വരുന്നത്. ആ അടിമയുടെ ഉടമയ്ക്ക് അടിമയിട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന വൈദേശിക സമ്പ്രദായം ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് അടിമ സമ്പ്രദായവും നമുക്ക് കയറി വന്നത്. അതിനു മുന്നേ നമുക്ക് ഈ പറയുന്ന ഇവിടെ സംഘകാലം മുതൽ എനിക്ക് തോന്നുന്നു പയ്യന്നൂർ ഭാഗത്തൊക്കെ തീയരി നന്നായിട്ട് സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. ആ ഗോത്രങ്ങൾ അങ്ങനെ തന്നെ ഇപ്പോഴും ഉണ്ട്. അവർ സംസ്കൃതം പിന്തുടരുന്നത്. പയ്യന്നൂർ ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഞാനിങ്ങനെ അവരെല്ലാവരും സംസ്കൃതം സംസാരിക്കുന്നു. സംസ്കൃതത്തിൽ അവിടെ മറ്റേ ഓരോ വർഷം ഉത്സവം നടക്കുന്നു, വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്നു പാണ്ഡിത്യത്തിന്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ വന്നു? അയ്യോ, ഇത് സംഘകാലം മുതൽ ഞങ്ങളൊക്കെ സംസ്കൃതം പഠിച്ച സംസ്കൃതം മറ്റേ സംസാരിച്ചാ വളരുന്നത്. ഈ കേരളത്തിൽ അങ്ങനെ അതാരാണ്? തീയര്. നമ്മൾ പറയുന്ന ജാതി വ്യവസ്ഥയ്ക്ക് ഈ തൊട്ടുകൂടായ്മയും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അവരത് പഠിക്കില്ലല്ലോ. അതായത് ഈ പറയുന്ന വേദസത്യങ്ങൾ നാരായണ ഗുരു പറഞ്ഞിട്ടില്ലേ, ചട്ടമ്പിസ്വാമികൾ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഇവരൊക്കെ ഇത് ആർജിച്ചിട്ടുണ്ട്. എല്ലാവരും അറിവ് എവിടെ നിന്ന് വന്നു എന്ന് പറയില്ല. ഇപ്പൊ ചെങ്ങള ബാബാജി പറഞ്ഞാൽ ഈ കുറിച്യനും കുറുമരും ഈ പറയുന്ന പുലയ സമുദായവും അവരുടേതായിട്ടുള്ള രീതിയിൽ ഈ ധർമ്മ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്കിടയിൽ ഈ ധർമ്മ വ്യവസ്ഥ എത്തിയിട്ടുണ്ട്. അത് ഈ മണ്ണിന്ന് മുളച്ചു വന്ന പാരമ്പര്യങ്ങളുണ്ട്. ഓരോ സ്ഥലത്തും ഇപ്പൊ കണ്ണൂരിലെ തെയ്യങ്ങൾക്ക് ഒരു പാരമ്പര്യമാണ്. വയനാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വയനാട്ട് കുലവന്മാര്, വയനാട്ടിലെ മൂപ്പന്മാർക്ക് വേറെയാണ്, കുറിച്യർക്ക് വേറെയാണ്, കുറുമർക്ക് വേറെയാണ്, പണിയർക്ക് വേറെയാണ്, അവരുടെ സമ്പ്രദായങ്ങൾ വേറെയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മതപരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ മതപരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നത് ഈ പറയുന്ന ഈ നമ്പൂതിരി നായന്മാര് ഇവിടുത്തെ സമ്പന്നരായിരുന്നു. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നേരത്തെ പറഞ്ഞ EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട് 1921 കാർഷിക ലഹള എന്ന് പറയുമ്പോൾ ഈ വിദ്വാനം ഓടിപ്പോയതാണ്. ഭാരതപ്പുഴ നീന്തി രക്ഷപ്പെട്ട് ഓടിയതാണ്. മാപ്പിളമാരെ ഭയപ്പെട്ടിട്ട് ഓടിപ്പോയതാണ് ഈ EMS നമ്പൂതിരിപ്പാട്. അപ്പൊ EMS നമ്പൂതിരിപ്പാടിന്റെ കുടുംബം എങ്ങനെയായിരിക്കണം താഴേക്കടയിലെ ആൾക്കാരെ കണ്ടിരിക്കുന്നത്? ഈ പറയുന്നത് പോലെ അന്ന് ഈ ജാതി വ്യവസ്ഥ കുഴിയിൽ കുത്തി കൊടുക്കുകയാണെങ്കിൽ അന്ന് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്ത് ഇവരായിരിക്കണമല്ലോ. ഈ പറയുന്ന കാർഷിക ലഹളയാണ് സംഭവിച്ചെങ്കിൽ നമ്മൾ അപ്പൊ ഇതല്ല സംഭവിക്കുന്നത്. ഇപ്പൊ നമുക്ക് ആധുനിക കാലത്ത് ഇന്ന് ഹൈന്ദവ സമൂഹത്തെ പറയും ചെറുതാണ്, പുലയൻ വളരെ പിന്നിലാണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് നിന്നെ അവര്
ഇഷ്ടമല്ല, നീ എപ്പോഴും അവന്റെ അടിമയാണ്, നോക്കിയോ, നിന്നോട് അവന് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താനുള്ള ഒരു രാഷ്ട്രീയ അജണ്ട ഇവിടെ. ആ രാഷ്ട്രീയ അജണ്ട ഇടതുപക്ഷ, ഒരുപക്ഷെ നമുക്ക് തോന്നുന്നു 40കൾക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ചരിത്രം, ആ ചരിത്രത്തെ വ്യഭിചരിച്ചത് ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റുകളാണ്. ഈ കമ്മ്യൂണിസ്റ്റുകൾ കൃത്യമായിട്ട് ഡിവിഷൻ, അതായത് തൊഴിലാളി വേറെ മുതലാളി വേറെ എന്നുള്ള ഒരു ഡിവിഷൻ കൊണ്ടുവന്നു. അതിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ളത്, ഇവരെ പരസ്പരം തല്ലിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് ജാതിയാണ്. അതുകൊണ്ട് പറയുന്ന മുരയനൊക്കെ ഏറ്റവും മോശം അവസ്ഥയിലായിരുന്നു. അവന്റെ മുലയെരിഞ്ഞു, അവന്റെ കഴുത്തരിഞ്ഞു, ചെവിയിൽ ഈയം ഉരുക്കി. ചെവിയിൽ എവിടെയാണ് ഈയം ഉരുക്കി ഒഴിച്ചത്? ഞാൻ നോക്കിയിട്ട് ഒരു സ്ഥലത്തും ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ച ഒരു ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാവരും ഇപ്പൊ വയനാട്, ഞാന് ഏറ്റവും കൂടുതൽ കൃഷ്ണഭക്തി ഗാനങ്ങൾ കേട്ടുള്ളത് കുറിച്ചരായിന്നാണ്. അന്ന് ഇത് കേൾക്കാൻ വേണ്ടി അപ്പൊ ഒരു അവിടുത്തെ മറ്റേ എന്താ പറയാ, പ്രായം ചെന്ന ഒരാളുണ്ടാവും ഈ കുറുമ്പന്റെ ഡൽഹി. അപ്പൊ പറയും റാക്ക് കൊണ്ടുവന്നാൽ ഞാൻ പാടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു കുപ്പി റാക്ക് മേടിച്ചു പോകും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്, ഈ കൃഷ്ണന്റെ ഗാഥ കേൾക്കാൻ വേണ്ടി. അവർക്ക് ഇത് എവിടുന്നാ കിട്ടിയത്? അവരീ പറയുന്നത്, നമ്മൾ ചോദിക്കില്ലേ, എന്നെ കുത്തിയാലും ചോര, നിന്നെ കുത്തിയാലും ചോര എന്ന് നമ്മൾ ബാബാജി എപ്പോഴും പറയും. ഈ തർക്കം, ഈ പൊട്ടൻ തെയ്യം ചൊല്ലുന്ന പൊട്ടൻ തെയ്യത്തിന്റെ തോറ്റത്തില് എങ്ങനെയാ ഇത് കടന്നുകൂടിയത്? അപ്പൊ ഈ മറ്റേ ജാതി അന്തരം എവിടുന്നാ വന്നത്, അതിനെങ്ങനെയാണ് ചോദ്യം ചെയ്തത്? താഴെ കിടന്നാ ചോദ്യം ചെയ്തത്. അപ്പൊ മേലാളന്മാര് എന്ന് പറയുന്ന ഇന്ന് സമൂഹത്തിൽ ഇപ്പൊ എനിക്ക് കൃഷ്ണപ്രസാദ് എന്താ പറഞ്ഞതെന്നറിയില്ല, അതിന് വിഷയമാക്കിയേ അടിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷം ജാതി പറയുന്ന ആൾക്കറിയോ? 1 ഏഷ്യാനെറ്റ്, 2 മലയാള മനോരമ. അതില് ഞാൻ മറ്റത് കൂട്ടേണ്ട കാര്യമില്ല, കാരണം അത് തന്നെയാണ് ഇത് ഈ മീഡിയ ബുക്കാൽ, ഞാൻ അങ്ങനെ പറയുള്ളൂ. അത് അവരങ്ങനെ തന്നെയാണ്, അവരതിനു വേണ്ടി ജനിച്ചതാണ്. ദളിതരെ മാറ്റി നിർത്തുകയും ഈ ദളിതരെ തങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഈ പറയുന്ന എന്താണ് ഈ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വിഭാഗം. അവർക്ക് ദളിതനായിരുന്നാലേ നോക്കടാ, നിനക്ക് സൗകര്യമില്ലോ, നീ ഇസ്ലാം ആയിക്കോ, നീ ക്രിസ്ത്യാനി ആയിക്കോ, വളരെ എളുപ്പം കഴിഞ്ഞു കാര്യം. അപ്പൊ അതിനുവേണ്ടി ഈ ചൂട്ടുപിടിക്കുക. ഓരോന്ന് നമ്മൾ പുറത്തു വരിക. നോർത്ത് ഈസ്റ്റിലൊക്കെ സംഭവിച്ചെന്താ, അവിടെ ഈ ഹിന്ദുയിസം പഠിപ്പിക്കാൻ പാടില്ല, ഹിന്ദുവിന്റെ ധർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല, പരിവർത്തനത്തിന് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അത് തന്നെയാണ് കേരളത്തിൽ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം ഈ പറയുന്ന SDPI ആണെങ്കിലും, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ എന്താണ് പറയുക, തീവ്ര ഇസ്ലാമിക് നിലപാടുള്ള ആൾക്കാർ, അവർ ഉന്നം വയ്ക്കുന്ന, അവർ ചേർത്ത് പിടിക്കുന്ന ദളിതര്, അവരുടെ ഉദ്ദേശം എന്താണ്? ദളിതരെ സഹായിക്കാനോ, ദളിതരെ മുന്നോട്ട് കൊണ്ടുവരണം. ദളിത എന്ന് പറഞ്ഞ പദം നേരത്തെ പറഞ്ഞാൽ പുലയന്റെ സംസ്കാരം ആചരിച്ചു കൊള്ളട്ടെ, അതല്ലേ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലല്ല, നിന്റെ സംസ്കാരം നീ മറ്റൊന്നാവണം, നിന്നെ മാന്യമായിട്ട് മാറ്റണം, അങ്ങനെ മറ്റുള്ളവരാക്കിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടില് ഞാൻ അടുത്ത കാലത്ത് പോയി ഒരു മാനന്തവാടിക്കടുത്തൊരു ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ അവിടെ 90% ആൾക്കാർ പെന്തക്കോസ്തുകാരായിരിക്കും. അവരുടെ വേര് മൊത്തം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് അറിയില്ല എന്താണ് പെന്തക്കോസ്തെന്നോ എന്താണ് ഈ ക്രിസ്തു എന്നോ അറിയാത്ത ഒരു സമൂഹം. നമ്മളതൊക്കെ ഒന്നിനും കൊള്ളാത്ത ദൈവങ്ങളാ. അവരെന്നോട് പറഞ്ഞതാ. അത് അവര് ഈ ഉറഞ്ഞ ആടി എല്ലാ കൊല്ലവും വെളിച്ചപ്പാട് പണിയിൽ അങ്ങനെയാണ്. അവര് മരത്തിനെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. മരത്തിന്റെ അകത്ത് കല്ലൊക്കെ വെച്ച് മരത്തിനെ ആരാധിച്ച മനുഷ്യർ. അവര് നിരന്തരം എല്ലാ വൈകുന്നേരങ്ങളിലും തുടിയടിച്ച് പാടിയ ആൾക്കാർ, തുടിയടിച്ച് ആടിയ ആൾക്കാർ. അവരുടെ ഗോത്ര സംസ്കാരം ഭയങ്കര രസകരമായ സംസ്കാരമായിരുന്നു. അവർ വിവാഹം കഴിക്കണമെങ്കിൽ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകണം, 3 ദിവസം പിടികൂടാതെ ഈ പുരുഷൻ പെണ്ണിനെ സംരക്ഷിക്കണം, അത് കഴിഞ്ഞാലേ കല്യാണം കഴിച്ചു കൊടുക്കും. കാരണം ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ മറ്റുള്ള ശത്രുക്കളിൽ നിന്നും സംരക്ഷിച്ച് നിർത്താനുള്ള കഴിവുണ്ടെങ്കിലേ അവൻ ആ പെണ്ണിനെ സ്വീകരിക്കാൻ കൊടുക്കുള്ളൂ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടായ അവരെല്ലാം ഇല്ലാതാക്കി. അവര് എയർ കണ്ടീഷനിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. നല്ല പുല്ലിന്റെ ഇതില്, അതിനകത്ത് ഞാൻ കിടന്നിട്ടുണ്ട്.
അവരുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഒരു കുടുംബിയാണ്. ഇന്ന് അവരെ നമ്മൾ എവിടെയാ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? ഇന്ന് നമുക്ക് അവരുടെ ജീവിതത്തിന്റെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നശിച്ചുപോയി. അവർക്ക് വേണ്ടുന്ന അവര് പൈതൃകമായിട്ട് കൊണ്ടുവരുന്ന ഭക്ഷണ രീതി മുഴുവൻ നമ്മൾ നശിപ്പിച്ചു. തകര ഞാനൊക്കെ ചെറുപ്പത്തിൽ എത്രയാ കഴിച്ചിട്ടുള്ളത്. താള്, ഇതൊക്കെ ഈ ആ വന്യമായിട്ടുള്ള സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് താള് തപ്പി നടക്കുക. എവിടെ താള് കിട്ടുക? താളെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെ ഇടപഴകിയ ഒരു സംസ്കൃതിനെ അതിന്ന് പകുത്ത് മാറ്റി പലതാക്കി മാറ്റിയിട്ട് ആർക്കാണ് ഇതിന്റെ മെച്ചം കിട്ടുന്നത്? ഇന്നത്തെ കാലത്ത് മെച്ചം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നോർത്തിൽ നടത്തി, ഇന്ന് അവർ തിരിച്ചറിഞ്ഞു. UP-യിൽ നടത്തി, അവർ തിരിച്ചറിഞ്ഞു. ഇന്ന് കട്ടിങ് സൗത്തിൽ മാത്രമേ ഉള്ളൂ ഈ വ്യവസ്ഥ നിലനിൽക്കുന്നത്. അതിൽ ഏറ്റവും സങ്കടകരമായ അവസ്ഥ, ഇപ്പൊ നമ്മൾ പറയും ബ്രാഹ്മണിക്കലെ ഹെജ്മണി. അടുത്ത കാലത്ത് ഞാനൊരു സംഗതി വായിച്ചു. മദ്രാസിലെ തമിഴ്നാട്ടിലെ ഒരു ആഗ്രഹാരത്തിൽ ഒരു മുസ്ലിം പോയി ഒരു ആഗ്രഹാരം എങ്ങനെയോ വാങ്ങിച്ചെടുത്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അതിനകത്ത് നന്നായി മത്തി പൊരിച്ചപ്പോൾ മത്തിയുടെ ഗന്ധം എല്ലായിടത്തേക്ക് എത്തി. മത്തി മീൻ കൂട്ടാത്ത ഈ പാവങ്ങൾ എന്ത് ചെയ്യും? പതിയെ അവരെല്ലാം ഒഴിഞ്ഞുപോയി. ആ ആഗ്രഹാര സംസ്കാരം ഇല്ലാണ്ടായി. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് നോക്കൂ, ആഗ്രഹത്തിന്റെ സംസ്കാരം എന്താണ്? അവിടെ ഒന്ന് ഉള്ളിലേക്ക് ചെന്ന് നോക്കൂ. അവർ കൊണ്ടാട്ടവും കാര്യങ്ങളും ഉണ്ടാക്കി അവരവിടെ എല്ലാ അർത്ഥത്തിലും അവരുടെ പാരമ്പര്യത്തിലും ജീവിച്ചു പോരുന്നുണ്ട്. അതവർ വിപണനം ചെയ്യുന്നുണ്ട്. ബ്രാഹ്മണൻ ഇങ്ങനെ ബ്രാഹ്മണികളെ ചൂണി, എനിക്ക് കോട്ടയ്ക്കകത്ത് പോയാൽ അവരുടെ നല്ല ദോശ എനിക്ക് കഴിക്കാൻ പറ്റും, അവരുടെ പൊടിദോശ കഴിക്കാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെ മിങ്കിള് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംസ്കൃതിയായിരുന്നു കേരളത്തിൻ്റെത്. എല്ലാം പരസ്പരം ഷെയർ ചെയ്തത്. അതിൽ ഈ അധിനിവേശ ശക്തിയും പിന്നെ ഈ ചിത്രശക്തികൾ, ഇതിനെ അകറ്റാൻ വേണ്ടിയുള്ള ചിത്രശക്തികളും കൊണ്ടുവന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതിന് കർശനമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കുഴി കുത്തി കഴിക്കുന്നത്, അല്ല ഏറ്റവും ബാബാജി, ഞാൻ ചെറുപ്പത്തിൽ ഏറ്റവും കൊതിച്ചിട്ടുള്ള ഒരു സാധനമുണ്ട്. സ്കൂളിൽ അമേരിക്കൻ മാവ് ഉണ്ടാക്കി ഉപ്പുമാവ് ഉണ്ടാക്കും. ഓർമ്മയുണ്ടോ? അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന പാൽപ്പൊടിയും അമേരിക്കയുടെ ഒരു ഓയിലും അമേരിക്കൻ ഗോതമ്പും വെച്ചിട്ട് ഇത് നമുക്കൊന്നും തരത്തില്ല. കാരണം ഞങ്ങള് വലിയ ആൾക്കാരല്ലേ. ഈ വലിയ ആൾക്കാർക്ക് ഇതിന്റെ മണം വരുമ്പോൾ കൊടുക്കത്ത കൊതിയായിരിക്കും. എന്നിട്ട് ഞാൻ ക്ലാസ് ലീഡറാണ് വിളമ്പുക. അപ്പൊ താഴെ കിടലുള്ള അവിടുത്തെ ട്രൈബ്സും കാര്യങ്ങളും ഈ പാത്രങ്ങളുമായിട്ട് വരും, ചോറ്റുപാത്രമായിട്ട് അവർക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കും. ഞാൻ ഈ ലീഡറെ പിടിച്ച് 10 പൈസ കൈക്കൂലി കൊടുക്കും. എന്നിട്ട് നോട്ട് ബുക്കിലെ സെന്റർ പേജ് കീറി കൊടുക്കും. അതിലേക്ക് ഇയാള് കുറച്ച് ഉപ്പുമാവ് ഇട്ട് കൊണ്ടുതരും. അങ്ങനെ ഇപ്പോഴും എന്റെ നാവിൽ, ഞാൻ ഇപ്പോഴും ഭാര്യയോട് പറയും, ആ ഉപ്പുമാവിന്റെ രുചി ഇപ്പോഴും എന്റെ നാവിലുണ്ട്. അപ്പൊ നമ്മൾ ഈ പലപ്പോഴും അവരുടെ ആഹാരത്തിനോട് കൊതിയോടെ നോക്കി എന്ന് കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അത് സത്യമാണ്. ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ദോശ ആരാന്ന് ഞാൻ കുറിച്യരുടെ ദോശയാണ്. അവരുണ്ടാക്കിയ ആ ദോശയുടെ രുചി എനിക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. അങ്ങനെ ഓരോ വിഭാഗത്തിലെ മനുഷ്യർക്കും ഓരോ രീതിയിലുള്ള കഴിവ് ഈശ്വരനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഈ ഷെയർ ചെയ്ത് വന്നാണ്. ആ ഷെയറിങ് ഇപ്പൊ നിർത്തിയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. ഇനി കൃഷ്ണപ്രസാദ് പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണപ്രസാദ് കണ്ടിട്ടുണ്ടെങ്കിൽ, കൃഷ്ണപ്രസാദ് ഈ ഈഴവ സ്ത്രീയെ കല്യാണം കഴിക്കണ്ടല്ലോ ജീവിതത്തിൽ എതിരുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, ഇന്നത്തെ കാലത്ത് ഈ ആധുനിക മതസമ്പ്രദായത്തിൽ ഈ പറയുന്ന സകല വൃത്തികേടുമുള്ള ഈ അടിമത്ത വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കും. ഇന്നും ആ ഗ്രന്ഥത്തിന്റെ ഭാഗമാണത്. നാളെ വേണമെങ്കിലും ആ ഭരണം വന്നാൽ, ഇസ്ലാമിക ഭരണം വന്നാൽ ഇവിടെ അടിമത്ത വ്യവസ്ഥ തിരികെ കൊണ്ടുവരാം അവർക്ക്. അതാണല്ലോ ഹിന്ദുവിന് പ്രത്യേക നികുതി വരുന്നത്. നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട് കുറെ കാലം, അല്ലേ? നമ്മുടെ പൂർവികര് ഈ നികുതി കൊടുത്തിട്ട് ഹിന്ദുവായി ജീവിച്ചിട്ടുണ്ട് കുറെ കാലം. അങ്ങനെ നാളെ മറ്റന്നാളെ ഇവിടെ ഇസ്ലാമിക മതം വന്നു, ആ ഇസ്ലാമിക ഭരണം വന്നു കഴിഞ്ഞാൽ ശരീഅത്ത് ലോ വരും. ഈ ശരീഅത്ത് ലോ അടിമത്തം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ കുഴി കുത്തിയിട്ട് അതിനകത്ത് ഭക്ഷണം കഴിക്കാൻ പറയാം. ഇനി നാളെ നീ എന്റെ കൂടെ കിടക്കണമെന്ന് പറയാം. കാരണം അനുവദനീയമാണ്. ഗ്രന്ഥം അനുവദിച്ച്, അള്ളാഹു അനുവദിച്ചു തന്ന കാര്യമാണ്. ഇത് തന്നെ ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ അടിമ വ്യവസ്ഥ കണ്ടെത്താൻ പറ്റും. അടിമകളെ വല്ലപ്പോഴും ബോധിപ്പിച്ചാൽ മതി. എന്തെങ്കിലും ഞാനൊരു തെറ്റ് ചെയ്താൽ
ആ തെറ്റിന് രക്ഷപ്പെടാൻ എന്താ, ഒരു അടിമയെ മോചിപ്പിക്കുക. ആയിരക്കണക്കിന് അടിമയിൽ ഒരു അടിമേനെ നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് വേറെ ആക്കി കൊടുക്കുക. വചനം അതല്ലേ, എന്റെ അടിമത്തത്തിൽ നിന്ന് അയാളെ മോചിപ്പിച്ചിട്ട് അപ്പുറത്തെ മുതലാളിക്ക് കൊടുക്കുക. അപ്പൊ എനിക്ക് എന്റെ പാപം തീർന്നു. നല്ല ഇടപാടാ. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. ഈ ആധുനിക കാലത്തുണ്ടായിരുന്ന 1500 വർഷം മുമ്പും 2000 വർഷം മുമ്പും ഉണ്ടായിട്ടുള്ള സംസ്കാരത്തിൽ ഇത്രയധികം അടിമ വ്യവസ്ഥ പ്രോത്സാഹിപ്പിക്കുമോ ആരെങ്കിലും ഒരു ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇവിടെ ഒരാളും ചർച്ച ചെയ്തിട്ടില്ല. ഇസ്ലാമിയിൽ അടിമ വ്യവസ്ഥ ഉണ്ടോ? ചർച്ച നടത്തിയിട്ടുണ്ടോ? മനോരമ നടത്തിയിട്ടില്ല. ഞാൻ വാക്യങ്ങൾ അടക്കം എടുത്തു തരാം, ഖുറാനിലെ വാക്യങ്ങൾ അടക്കം എടുത്തു തരാം. അടിമയെ എങ്ങനെ ഭോഗിക്കാം, അടിമയെ എങ്ങനെ ഗർഭം ധരിപ്പിക്കാം, എന്നിട്ട് ആ കുട്ടിയെ വീണ്ടും വ്യഭിചരിക്കാം. അതറിയൂ. സംസ്കാരത്തില് ഞാൻ ഒരു അടിമയെ ഉപയോഗിച്ചു, അതിനൊരു പെൺകുട്ടി ജനിച്ചു, ആ പെൺകുട്ടിയെ സ്വന്തം അച്ഛന് ഉപയോഗിക്കാം, ആ അച്ഛന്റെ മറ്റൊരു മകന് ഉപയോഗിക്കാം, കാരണം അത് അടിമയാണ്. എത്ര വൃത്തികെട്ട രീതി പിന്തുടരുന്നുണ്ട്. ഇതൊക്കെ അടുത്ത കാലത്ത് പൊതു ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് സംഭവം. നമുക്ക് നേരത്തെ അറിയാം. ഇപ്പൊ നമ്മളൊരു പെൺകുട്ടിയെ വിവാഹം അറിയാതെ മൊഴി ചൊല്ലി പോയി കഴിഞ്ഞാൽ വേറൊന്ന് കെട്ടി അവന്റെ കൂടെ ഒരു രാത്രി കഴിയണം, എന്നിട്ടേ തിരിച്ചു കിടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരം ഈ പറയുന്ന ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലുള്ള ഈ ആധുനിക മതങ്ങളുടെ ഒരു കാര്യവും നമ്മൾ പരസ്പരം സംസാരിക്കുന്നില്ല. ഈ ചാനലുകൾ ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോഴും ചാനലിന് ചർച്ച ചെയ്യാൻ പറ്റുന്നത് ഈ മുലമുറിച്ച സംഭവം, പിന്നെന്താണ് ഈ പല ഈ സമരങ്ങളൊക്കെ ശരിയാണ്. അന്നത്തെ അടിമ വ്യവസ്ഥയിൽ ഈ പറയുന്ന ജന്മി കുടിയാൻ ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ള സമരങ്ങളാണ്. ജാതി സമരങ്ങൾ വളരെ, എനിക്ക് എന്റെ അനുഭവത്തിൽ ജാതി സമരങ്ങൾ ഇല്ല. കാരണം നമുക്ക് അറിയാവുന്ന, ഞാൻ അവസാനമായിട്ട് കണ്ടിട്ടുള്ളത് ഈ തോട്ടി, ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോ അന്ന് അവിടെ സമൂഹമുണ്ട്, തോട്ടി സമൂഹമുണ്ട്, ജുബ രാമകൃഷ്ണൻ ഉണ്ട്, അവരോട് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ തോട്ടികൾ വെട്ടി വരുന്നത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അതിന് മുന്നേ ഉണ്ടായിരുന്നില്ല. മഹാരാജാവിന് കക്കൂസ് ഉണ്ടായിരുന്നു, മഹാറാണിക്ക് കക്കൂസ് ഉണ്ടായിരുന്നു, അമ്മ വീടുകളിലൊക്കെ കക്കൂസ് ഉണ്ടായിരുന്നു, നമുക്ക് വെളിപ്പറമ്പുണ്ടായിരുന്നു. അപ്പൊ ഇത് വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒന്ന് ചികഞ്ഞു നോക്കിയിട്ട് ചരിത്രത്തിലെ യഥാർത്ഥ അംശം കൊണ്ടുവന്നിട്ട് ഈ തമ്മിലടി ഒന്ന് നിർത്തിക്കണം. ഈ ഹിന്ദുവിനെ ഡിവൈഡ് ചെയ്തിട്ട് ഹിന്ദുവിന്റെ ബലമില്ലാണ്ടാക്കുക. ഹിന്ദു ഒരുമിച്ച് കഴിഞ്ഞാലുണ്ടാവുന്ന മാറ്റം എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ഇന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ നിലനിർത്തുന്ന ഒരു സമൂഹം തന്നെ ഈഴവ സമൂഹമാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇപ്പുറത്തെ NSS ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. NSS കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കും എന്ന് പറയും, അത് സമദൂരം എന്ന് പറയും. പക്ഷെ അവിടെ സമദൂരല്ല, ഈഴവ സമുദായം ഈ പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന സമൂഹമാണ്, അധികാരത്തിന്റെ സമൂഹമാണ്. അപ്പോ നമ്മൾ ഈ ജാതി പറയുകയാണെങ്കിൽ എന്നാ പിന്നെ ബ്രാഹ്മണരാവട്ടെ, എല്ലാവരും മന്ത്രിമാര്. അവര് ഒരു ബ്രാഹ്മണനെ പോലും ഞാൻ കണ്ടെത്തിയിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങൾ ആലോചിച്ചപ്പോ, ഒന്ന് നമ്മുടെ ഈ ദേവസ്വം മന്ത്രി, അദ്ദേഹം ജാതി എത്ര പ്രാവശ്യം പറഞ്ഞു? ജാതി പറയാൻ പാടില്ല. അദ്ദേഹം ഒരു മന്ത്രിയല്ല. അദ്ദേഹം ഭഗവാന്റെ മുമ്പിൽ വന്നിട്ട് തീർത്ഥം വാങ്ങിച്ച് കൈ കഴുകിയ വ്യക്തിയാണ്. അദ്ദേഹം ഏത് ഹിന്ദുവിൽ പെടും? അദ്ദേഹത്തിന്റെ ദേവത ഏതാണ്? അദ്ദേഹത്തിന്റെ പ്രമാണം ഏതാണ്? അപ്പൊ അവരൊന്നും ഇതിന്റെ ഭാഗമല്ല, ഹിന്ദുവിന്റെ ഭാഗമല്ല. അവർ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമല്ല. ഒരു ദേവതയിലും അവർക്ക് വിശ്വാസമില്ല. ജണ്ടാള ബാബാജി അവർക്ക് താല്പര്യമില്ല. നമ്മുടെ സന്യാസിമാരെ അമ്മേനെ എങ്ങനെയാ അവർ വിളിക്കുന്നത്? മുക്കുവ സ്ത്രീ അല്ലേ? മീൻകാരി തന്നെയാണ് അവര് പലതവണ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ജാതി പറഞ്ഞത് ആരാണ്? ഞാൻ അമ്മയുടെ കാൽക്കൽ വീണിട്ടുണ്ട്. അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ആശീർവദിച്ചിട്ടുണ്ട്. അമ്മ എന്റെ ജാതി ചോദിച്ചിട്ടില്ല. എനിക്ക് നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ആരുടെ ജാതി എനിക്കറിയില്ല. ചിദാനന്ദ സ്വാമിയുടെ ജാതി എനിക്കറിയില്ല. മതം ഹിന്ദു ആണെന്ന് മാത്രമേ ഉള്ളൂ, ജാതി എനിക്കറിയില്ല. നമ്മളവിടെ ജ്ഞാനിയാണ്. ഇവിടെ ബാബാജിയെ നമ്മൾ കാണുന്നു. ബാബാജിയുടെ ജാതി ചണ്ടാളെന്ന് ബാബാജിയാണ് പറയുന്നത്, ഞാനല്ല പറയുന്നത്.
ഞാൻ ചണ്ടാളെന്ന അഭിമാനത്തോടെ ബാബാജി പറയും. അങ്ങനെ ഞാൻ ചെറുമനാണെന്ന അഭിമാനത്തോടെ പറയാൻ കഴിയണം, വേണ്ടേ? ഞാൻ നായ്ക്കനാണെന്ന അഭിമാനത്തോടെ പറയാൻ കഴിയണം. എന്റെ സംസ്കൃതിയിൽ എനിക്ക് ഇഷ്ടമാണ്, എന്റെ സംസ്കൃതി അതാണ് എന്ന് ഉറക്കെ പറയാൻ പറ്റണം. ഏത് നായരായിക്കോട്ടെ, വിളക്കിത്തല, ഞാൻ വിളക്കിത്തല നായരാടോ, അതിലെന്താ തെറ്റ്? ലോകത്തെ എല്ലാവിധ ജോലിയും ചെയ്യണം, എല്ലാ മഹത്വമാണില്ലേ? കർമ്മം, ജ്ഞാനം, കർമ്മം, ഇതൊക്കെ ബന്ധപ്പെട്ടിരിക്കല്ലേ? കർമ്മ വ്യവസ്ഥ ഇല്ലെങ്കിൽ ലോകം മുന്നോട്ട് പോവുമോ? പണിയാൻ ആളില്ലെങ്കിൽ എവിടെയാണ് ഒരു തരി പുല്ലുണ്ടാവുമോ? ഒരു മണി അരി ഉണ്ടാവുമോ? എത്ര മഹത്തായിട്ടുള്ളതാണ് ഓരോ കർമ്മ പദ്ധതിയും. ആ കർമ്മ പദ്ധതി അനുസരിച്ച് ഓരോ വിഭാഗത്തിനും കഴിവ് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്, അല്ലേ? വൈശ്യര് വേറെ, അതേപോലെ തന്നെ നമുക്ക് നോക്കുക ആശാരി, മൂശാരി, അവര് കൾച്ചർ അങ്ങനെ. ആ ആശാരിയെ ബഹുമാനത്തോടുകൂടി നമ്മൾ കാണുന്നതില്ലേ? താഴെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് മേലെ വളബന്ധം അടിച്ചു കയറ്റുമ്പോ ആശാരിയുടെ ഉള്ളിലുണ്ട് വട എവിടെയും തട്ടാതെ പോകുമ്പോഴാണ് ആ കണക്ക് താഴെ. അവിടെയാണ് ആശാരിയെ നമ്മൾ തൊട്ട് നമസ്കരിക്കുന്നതില്ലേ? ഇനി മാരാരെ എടുക്കുക, ആ ചെണ്ടക്കോൽ ഇങ്ങനെ പെറുക്കിയെടുക്കുമ്പോ അവിടെയാണല്ലോ മാരാര് നമ്മൾ ഇങ്ങനെ തൊട്ട് തൊടുന്നതില്ലേ? ആർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടോ? എനിക്ക് മാരാരെ തൊട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. മോഹൻ സിത്താര നല്ല മ്യൂസീഷ്യന്റെ, ജാതി ചോദിച്ചിട്ടുണ്ടോ? ഏറ്റവും താഴേക്കടയിലുള്ള ആളാണ്. പക്ഷെ മോഹൻ സിത്താരെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടും നമ്മൾ അംഗീകരിച്ചിട്ടില്ലേ? നമ്മൾ വിവേചനം കാണിച്ചിട്ടുണ്ടോ? അത് താഴേക്കടയിൽ നിന്ന് വന്ന പാട്ടുകാരനാണ്. ഇളയരാജ ആരാണ്? നമ്മുടെ സമൂഹം അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചിട്ടില്ല. മുഴുവനും നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്, ഇല്ലേ? ഏത് കണ്ടെത്തുന്ന വരുന്നതില് ആ സ്വരശുദ്ധിയെ ബാബാജി സത്യം പറയുകയാണെങ്കിൽ, നന്മ പറയുകയാണെങ്കിൽ, അതിനെ നന്മയാണെങ്കിൽ ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിയും. അങ്ങനെ ഉൾക്കൊള്ളണം. പുലയേണ്ട നന്മയും പറയേണ്ട നന്മയും എല്ലാ നന്മയും കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് എന്റെ കേരളം ഉണ്ടാകുന്നത്, ഇല്ലേ? എത്ര ഡിഫറൻസ് ആണ് കൾച്ചർ. ഇതിലേതെങ്കിലും ഒന്നിനെ മോശമാണെന്ന് പറയുമ്പോൾ, അങ്ങനെ മോശമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യാൻ ഹിന്ദു വേണം. ഞാൻ ബാബാജിനെ കഥ പറഞ്ഞു, ചോദിക്കണം, നിഷ്ഠൂരം പറയണം. നിങ്ങൾ ഞങ്ങളിൽ ജാതി കൽപ്പിക്കണ്ട, നിങ്ങൾ ഞങ്ങളിൽ വർണ്ണം കൽപ്പിക്കണ്ട, ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നവരാണ്, നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കണ്ടേ? അങ്ങനെ ചോദിക്കാനുള്ളൊരു സമൂഹ വളർത്തിയെടുക്കാനാണ് മാധ്യമങ്ങൾ വേണ്ടതല്ലേ? വീണ്ടും വീണ്ടും പഴയതെടുത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുള്ള സതി തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു, അത് നിർത്തലാക്കി. ഹിന്ദു ധർമ്മത്തിന് അങ്ങനെ ഗുണമുണ്ട്. ഇത് എപ്പോ വേണമെങ്കിലും എന്താണ് ഒരുതി അത് തെറ്റാണ്, വേണ്ട മാറ്റിവെക്കാം. ഒരക്ഷരം മാറ്റാൻ പാടില്ല എന്ന് ആരും പറയുന്നില്ല. ഒരു ധർമ്മവ്യവസ്ഥയെ ഒരക്ഷരം മാറ്റാൻ പാടില്ല എന്ന് പറയില്ല. ഇപ്പൊ കോഴീനെ വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു, കോഴീനെ വെട്ടണ്ടേ? വെട്ടണം. ശാക്തേയ സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് കോഴിവെട്ട്. അപ്പൊ പറഞ്ഞേ കോഴി വെട്ടാൻ പാടില്ല, എന്നാ പിന്നെ മൂരി വെട്ട് നടന്നിട്ടുണ്ടോ? ഇവിടുത്തെ മുസ്ലിങ്ങളുടെ എല്ലാ വലിയ പെരുന്നാളിനും കാളേനെയും പോത്തിനെയും ആടിനെയും ഒട്ടകത്തിനെയും ഒക്കെ വെട്ടി ചോര ഒഴുക്കിയിട്ട് ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് സമൂഹം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പിണറായി വിജയൻ പറയാറുണ്ട്, ഞങ്ങൾ കോഴി വെട്ടി നിർത്തിയില്ലേ. ശരിയാണ്, പാവ ഹിന്ദുക്കളെ കൊണ്ട് കോഴി വെട്ടിച്ചിട്ട് ഇപ്പൊ കുമ്പളങ്ങി വെട്ടിക്കലായി. അതേ സമയത്ത് ഇപ്പുറത്ത് 4 വയസ്സുള്ള കുട്ടിയുടെ ലിംഗം പിടിച്ചിട്ട് കത്തിക്കൊണ്ട് ചെത്തി അരിഞ്ഞ് കളയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പുറത്ത് അതേസമയത്ത് ഒരു കുഞ്ഞിന്റെ മുതുകിൽ ഒരു ചെറുനാരങ്ങ ഇങ്ങനെ കോർത്തിട്ടാൽ അയ്യോ ബാലപീഡനം എന്ന് പറയില്ലേ? ഹിന്ദു സമൂഹത്തിൽ ഋതുമതിയായ പെൺകുട്ടികളെ മഞ്ഞൾ തേച്ച് കുളിപ്പിച്ച് സുന്ദരിയാക്കി വെച്ചിട്ട് ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന എത്ര മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ വിഭാഗത്തിലും ഉണ്ട് ഇതില്ലേ? ഏറ്റവും അടിസ്ഥാന വർഗത്തിൽ പോലും ഋതുമതി ആവുമുള്ള ചടങ്ങുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് വൈവിധ്യമാണ്. അപ്പൊ ആ വൈവിധ്യം വേണ്ടേ നമുക്ക്? ആ വൈവിധ്യം ആസ്വദിക്കാൻ കഴിയട്ടെ. അവരൊക്കെ അവരവരായിട്ട് നിൽക്കട്ടെ. അവരെ കുറഞ്ഞു കാണണ്ട, കൂടിയും കാണണ്ട. നമ്പൂരിക്ക് 2 കൊമ്പില്ല, നായക്ക് 1.5 കൊമ്പുമല്ല, ഇഴവന് കൊമ്പില്ലായ്മയില്ല. പിന്നെ ജാതി വ്യവസ്ഥയില്
ഈ വയനാട്ടിൽ തന്നെ ഈ പറയുന്ന വനവാസി വിഭാഗത്തിൽ പരസ്പരം ഉണ്ട്. ഒരു വിഭാഗത്തിന് വീട്ടിലേക്ക് കയറാൻ പാടില്ല. അപ്പൊ അവിടെ നിന്ന് പുറത്ത് വന്നിട്ട് അന്ന് ഉമ്മ പറഞ്ഞത് എന്നോട്, തൂണേ തൂണേ ചാത്തനുണ്ടോന്ന് ചോദിക്കും. തൂണേ തൂണേ ചാത്തനുണ്ടോന്ന് ചോദിക്കും. അപ്പൊ അകത്ത് പെണ്ണ് പറയും, തൂണേ പറയും ചാത്തന് വിടില്ല. പരസ്പരം കാണാൻ പാടില്ലാത്ത സമൂഹം അവരിലും ഉണ്ടായിരുന്നു. തൂണിനോട് സംസാരിച്ച ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇങ്ങനെ എൻ്റെ അടുത്ത് ഓരോ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ ഈ ആധുനിക കാലത്ത് അതും പറഞ്ഞിട്ട് ഭിന്നത ഉണ്ടാക്കലല്ല. നമുക്കത് മറക്കേണ്ടത് മറക്കണ്ടേ. പല ഇപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ മലംവാരി കളിച്ചിട്ടുണ്ട്. ആ മലംവാരി കളിച്ചത് ഇന്നും കളിക്കാൻ പറ്റുമോ നമുക്ക് മലംവാരിയിട്ട്? പലപ്പോഴും പല തെറ്റുകളും സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ തെറ്റുകൾ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമ്മൾ യുക്തി കൊണ്ട് ചിന്തിക്കണം. ഇന്ന് നേരത്തെ പറഞ്ഞ മാതിരി ബാബാജി പറഞ്ഞ മാതിരി ഒഴുകിപ്പോകാതിരിക്കാൻ കുഴി കെട്ടിയിട്ട് ആയിരിക്കാം കഞ്ഞികൂടി ഉടങ്ങിയത്. അതിനെ പിന്നെ വേറൊരു സമ്പ്രദായമായിട്ട് ആൾക്കാർ മോശമായി കണ്ടതായിരിക്കണം. ഇന്നും നമ്മളെ കുഴി മണ്ണിന് ഇങ്ങനെ മണ്ണ് കീറിയിട്ട് അതിനകത്ത് കുഴിച്ചു മൂടുന്ന സമ്പ്രദായം ഇല്ലേ? മണ്ണിലേക്കല്ലേ വിടുന്നത്. വല്ല അശുദ്ധി ഉണ്ട് അവിടെ ഒക്കെ മണ്ണിലേക്കാണ് ചേരുന്നത്. അപ്പൊ മണ്ണിനെ അങ്ങനെ വേറിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴി കുത്തി എന്ന് പറഞ്ഞാൽ കഞ്ഞി മോശമാവുന്നില്ല. കഞ്ഞി ഒലിച്ചു പോകാതെ ആ കുമ്പിളിൽ കിടക്കും. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഇനി അതല്ല ഈ പറയുന്ന ഈ അടിമ ഉടമ സമ്പ്രദായത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ അതില്ലാതെ പോയി. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു കഴിഞ്ഞു. എല്ലാ ജാതിക്കാർക്കും എല്ലാ ക്ഷേത്രത്തിലും പോവാം. അങ്ങനെ വന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്തിനാണ് ഈ സത്യത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം ഒന്നും ആഘോഷിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. പണ്ടിങ്ങനെ ഹിന്ദുക്കൾ നടക്കാൻ മറ്റേ താഴ്ന്ന ജാതിക്കാർ നടക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് താഴ്ന്ന ജാതിക്കാരെ ഇപ്പോൾ അതിന്റെ അടിമത്ത ചങ്ങലയിലേക്ക് കൊണ്ടുപോകണോ? വേണ്ട. അതൊക്കെ നമുക്ക് മറന്നേക്കാം. കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ മറക്കാനുള്ളത് മറക്കാനും തിരുത്താനുള്ളത് തിരുത്താനുമുള്ളതാണ് സംവിധാനം. അവിടേക്ക് തന്നെ തിരിച്ച് കച്ചകെട്ടി കൊണ്ടുപോകാൻ കൃഷ്ണകുമാറിന്റെ അടുത്തൊരു വാക്ക് കിട്ടി എന്നാ പിന്നെ അതങ്ങ് അടിച്ചു കളയാം എന്ന് ചിന്തിക്കുന്നിടത്തല്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് പറയേണ്ടി വരും. ഈ നമ്പൂതിരിപ്പാട് എങ്ങനെയാണ് തന്റെ അടിമകളോട് പെരുമാറിയെന്ന് ഒന്ന് ചികഞ്ഞെടുക്കേണ്ടി വരും. അതും പറയണ്ടേ നമ്മൾ. എന്ന് പറയുന്ന ഈ ആധുനിക ജീവിത ഒളിവിലും ഓർമ്മയിലും ഒരുപാട് കുട്ടികൾ ഉണ്ടാക്കിയ നല്ല മനുഷ്യരും ഉണ്ടല്ലോ അവിടെ അല്ലേ? ആശ്രയം കൊടുത്ത വീട്ടിൽ ഗർഭമുണ്ടാക്കിയ മാന്യന്മാരും ഉണ്ട് ഇവിടെ. ഈ ചരിത്രമൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഈ കുഴിയിലേക്ക് പോകുന്നത്. കുഴി കുത്തിയ സംഭവം, മുലമുറിച്ച സംഭവം ഇല്ലേ? മാറുമറയ്ക്കൽ സമരം. ആരും മറച്ചിരുന്നില്ല അത് പറയില്ല. നമ്പൂരിന്ന് ആരൊന്നും മാറു മറച്ചില്ല എന്ന് പറയില്ല. താഴ്ന്ന ജാതിക്കാർ മറയ്ക്കാൻ പാടില്ല. സമ്പ്രദായങ്ങള് അതൊക്കെ മാറിയിട്ടും പിന്നെ എന്തിനാണ് ഈ മുലയുടെയും ഈ പറയുന്ന പൂണൂലും പിടിച്ച് തൂങ്ങുന്ന ഒരു കാര്യമില്ല. പൂണൂലിനോട് വെറുപ്പ്, മറ്റൊന്ന് വെറുപ്പ്, പൂണൂലിനെ ഉള്ളവർക്ക് ബാബാജിയോട് വെറുപ്പ്. ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് മാറ്റം വന്നു. ഇനി കഴിഞ്ഞത് മറന്നിട്ട് കൾച്ചറിനെ ആദരിക്കാൻ പഠിക്കും. ഇതേ വിഭാഗം തന്നെ അപ്പൊ ഇവിടെ കോഴിക്കോട് ഫെസ്റ്റ് നടക്കാണ്, ഫോക്ലോർ ഫെസ്റ്റ്. എന്തിനാണ് പിന്നെ ഈ ജാതി പറയുന്നത്? എന്നെ കുത്തിയാലും ചോര, നിന്നെ കുത്തിയാലും ചോര എന്ന് പറഞ്ഞാൽ ആ സംവിധാനം എടുത്ത പോലെ നമ്മൾ തമ്മിൽ വ്യത്യാസമില്ല. അതന്നെ പഠിപ്പിക്കേണ്ടത്. പൊട്ടൻ തെയ്യത്തിന്റെ തോറ്റെടുക്കുക, എന്റെ ചെടിയിൽ വിരിയുന്ന പൂവല്ലേ നിന്റെ, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളൊരു ബോധത്തിലേക്കാണ് വരേണ്ടത്. ഇപ്പോഴും ഡിവൈഡ്. അതിന് പകരം ചർച്ചയാവട്ടെ. മുഹമ്മദിന്റെ അടിമ സ്ത്രീകളെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ. എങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് ചർച്ച ചെയ്യട്ടെ. ഏതൊക്കെയാണ് ഒരു രാജാവിനെ കീഴടക്കി കഴിഞ്ഞാൽ സ്ത്രീകളെ മുഴുവൻ എങ്ങനെയാ സ്വന്തമാക്കുന്നത്, അത് എന്ത് കൾച്ചറാന്ന് പറയട്ടെ. ഇല്ലേ? രാമസ്വാമി പറഞ്ഞത് കൊണ്ട് അടുത്ത ചർച്ചാ വിഷയം ഇത് തന്നെയാണ്. നമ്മുടെ ആരിഫ് ഹുസൈൻ സാറിനെ ഞാൻ ഇന്ന് തന്നെ വിളിക്കുന്നുണ്ട്. ഈ ഒരു ചർച്ച നടത്തൽ നിർബന്ധമാണ്. കാരണം 3 കമ്മ്യൂണിറ്റിയിലും അടിമ സംസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് അത് വലിയൊരു ചോദ്യം തന്നെയാണ്. അത് ആരായിരുന്നു പ്രൊമോട്ട് ചെയ്തിരുന്നത്, എങ്ങനെയാണ് നമ്മളവിടെ എത്തിയെന്നുള്ളത് ചർച്ച ചെയ്യേണ്ട വലിയ വിഷയം തന്നെയാണ്.